ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വിശുദ്ധമത്തായുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം നമുക്ക് വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കളയിലേക്ക് വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ വചനത്തിന് മുൻപാകെ ചുറ്റാകെ ഇരിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ വചനം നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സംസാരിക്കുന്ന അടിയനോ കേൾക്കുന്നവരോ നിന്റെ സന്നിധിയിലൊന്നുമില്ല, ഏതുമില്ലെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമായത് നീ നൽകുവാൻ തക്കവണ്ണം അടിയന്റെ നാവോടുകൂടി നിന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമേശ്വരത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വം ഇനി ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുക. നമ്മൾക്ക് ലഭിച്ചതായ വചനം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വചനത്തിന്റെ ബാക്കി ഭാഗമായി ചിന്തിപ്പാൻ കൊണ്ട് നമ്മൾ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ പറയുന്നു, എന്താണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും. എന്നാൽ എന്താ അനുഭവം? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നുപോയത് നമ്മുടെ ജീവിതത്തില് ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഈ ലോകത്തിൽ നമ്മളെ ആശ്വസിപ്പാൻ ആരുമില്ല. ഏതൊരു രാഷ്ട്രീയ നേതാവിനോ ഏതൊരു പ്രസ്ഥാനത്തിനോ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സാഹിത്യകാരന് അമേന്റെ കലാപ്രതിഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥയെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധ വചനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇതൊരു കഥയാണ്, സംഭവമല്ല. എന്നാൽ അതിന്റെ മുൻപിലുള്ള ഒരു കഥയാണ്. കർത്താവ്, നമുക്കറിയാം, പെസഹായുടെ നാളുകളിൽ യഹൂദന്മാർ മുഴുവനും അവർ ലോകത്തിലെവിടെയായിരുന്നാലും അവർ യെരൂശലേമിൽ വരുമായിരുന്നു. ആ സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ പരന്ന പ്രവേശനത്തിന്റെ സമയമാകുകയാണ്. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. ആമേൻ. ആരെങ്കിലും നിങ്ങളോട് ഈ കഴുതയെ അഴിക്കുമ്പോൾ ഇതാർക്കാണെന്ന് ചോദിച്ചാൽ അത് യേശുവിന് വേണ്ടിയാണെന്ന് പറയണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എന്താണ്? ആ കഴുതയുടെ ഉടമസ്ഥൻ യേശുവിനെ സ്നേഹിക്കുന്നവനാ, അതുകൊണ്ടാണ് കഴുതയെ കൊടുത്തുവിട്ടത്. എന്നാൽ ആ കഴുതയെ കൊടുത്തുവിട്ടപ്പോൾ സ്ത്രീയന്മാർ തങ്ങളുടെ വസ്ത്രം അതിന്മേൽ വലിച്ചു, വന്ന ശബളമായ വസ്ത്രങ്ങൾ അതിന്മേൽ വലിച്ചുകൊണ്ട് ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മരത്തിന്റെ ശിഖരങ്ങളൊക്കെ അവിടെ ഒടിച്ചിട്ട് ദൈവത്തിന്റെ സ്തോത്രം യേശു കർത്താവിന് വാസന പാടുമ്പോൾ കുട്ടികളും പ്രായമുള്ളവരും ഒരുപോലെ ദൈവത്തിന് സ്തുതി പാടുമ്പോൾ ആമേൻ, ആ കഴുത കരുതി എന്നെ മാനിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ സന്തോഷമുള്ള അനുഭവമായിരുന്നു ആ ദിവസം. എന്നാൽ അന്ന് രാത്രി ആ കഴുതക്കുട്ടിക്ക് ഉറക്കം വന്നില്ല. ഇങ്ങനെയാണ് ആ മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. കാരണം ഇന്നലെ എനിക്ക് എന്തോരു രജോചിതമായ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ നാളെ യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് തീരുമാനിക്കുകയാണ് ആ കഴുത. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അദ്ദേഹത്തിന് ആ കഴുതയുടെ മനസ്സിലുള്ളത് തലേ ദിവസത്തെ പോലെയുള്ള ഒരു വലിയ സ്വീകരണം എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ രാവിലെ ആ കഴുത യാത്ര തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആമേൻ, അതിനെ ആരും മൈൻഡ് ചെയ്തില്ല. ഒരു മനുഷ്യൻ പോലും ആ കഴുതയെ മൈൻഡ് ചെയ്തില്ല. അതിന് ഭയങ്കര പ്രയാസമുണ്ടായി. അതിലൂടെ അലയ്ക്കുവാൻ തുടങ്ങി, അത് വാവിട്ട് അമറുവാൻ തുടങ്ങി. ആ സമയത്ത് ആളുകൾ കല്ലെടുത്തു, അമേൻ അതിനെ എറിയുകയും അമേൻ അതിനെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അത് തിരിഞ്ഞ് അതിന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അമേൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരവും അമേൻ ഞാനെന്ന ഭാവമുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിലൊരു വിലയുമില്ല എന്നർത്ഥം. യേശു കഴുതക്കുട്ടിയുടെ പുറത്തിരിക്കുമ്പോൾ ആ കഴുതയ്ക്ക് വിലയുണ്ടായിരുന്നു. എന്നാൽ യേശു കഴുതപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കഴുതയ്ക്ക് യാതൊരു വിലയും
അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, ക്രിസ്തു നിന്നിലുണ്ടെങ്കിൽ നീ ഹീറോയാ, ക്രിസ്തു നിന്റെ ഉള്ളത്തില്ലെങ്കിൽ നീ സീറോയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ മുൻപോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ അഹംഭാവം നമ്മുടെ അതേ പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വ്യർത്ഥവും പ്രതിപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ ഇതെല്ലാം അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാണ്. ആരെങ്കിലും വിശ്വസിക്കുന്ന സ്വർണത്തിന് 70,000 മേലായി. ദൈവത്തിന് സ്തോത്രം. അവർ നോക്കിയെന്നാൽ ഇത് വേണ്ടെന്ന് പറയുന്ന ഒരു കാലം വരാൻ പോകുക. എന്നാൽ തന്റെ മണവാട്ടി സഭയെ ചേർത്തതിന് ശേഷമുള്ള കാലഘട്ടത്തെയാണ് ബൈബിൾ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വ്യർത്ഥവും പ്രഭാരങ്ങളുമായ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തത് നമ്മുടെ കർത്താവ്. പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടൊന്നല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അക്കഴിയെ പോലെ ആകാതെ നമ്മുടെ ജീവിതത്തിലെ അഹംഭാവവും അഹങ്കാരവും ഒക്കെ കളഞ്ഞ് ഞാൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ താണിരിക്കുന്ന ഒരു അനുഭവം കൊടുത്ത് മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചിരുന്നു. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല. ഈ യൂട്യൂബിലൂടെ കണ്ട ആളുകൾ, ഫേസ്ബുക്കിലൂടെ കണ്ട ആളുകൾ അത് കേട്ടതായതുകൊണ്ട് അതിനെക്കുറിച്ച് കിടക്കുന്നില്ല. അതേ, ഒരു വിശ്വാസി തിരുവഴുത്തിൽ അറിഞ്ഞിരിക്കേണ്ട 7 ദിവസങ്ങളുണ്ട്. അതിലെ 5 ദിവസങ്ങളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 2 ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേത് യേശുവിന്റെ ദിവസമാണ്. സ്വർഗത്തില് ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനം ഇതായിരുന്നു: നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള തീരുമാനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ യേശു ബേത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജനിക്കുകയാണ്. അവിടെ നിന്ന് യേശുവിന്റെ ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുകയാണ്. എന്നാൽ അത് കാൽവരിയിൽ അവസാനിപ്പിക്കുകയാണ്. അതായിരുന്നു മനുഷ്യനായ ഭൂമിയിൽ യേശു ജനിച്ചപ്പോൾ, യേശു ക്രിസ്തുവിന് ലഭിച്ചതായ, അതായത് യേശു ക്രിസ്തുവിന്റെ ദിവസങ്ങൾ അത് 33.5 സംവത്സരമായി. നമുക്കറിയാം, 30 വയസ്സോളം ഈ ഭൂമിയിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു എന്ന് നമ്മളിവിടെ കാണുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 12ാമത്തെ വയസ്സിൽ ബേത്ലഹേമിൽ കടന്നു ചെന്നു എന്നുള്ളത് കൊണ്ട് യേശു കർത്താവ് വേറെങ്ങും പോയിട്ടില്ല. അവൻ ബൈബിൾ എടുത്ത്, യെശയ്യാ പ്രവചനം എടുത്ത് വായിക്കുവാനായിട്ട് തുടങ്ങി. അത് വായിച്ച് മനസ്സിലാകാൻ തക്കവണ്ണം അവർക്കത് വിവരിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിക്കുകയാണ്, ഈ യേശുവിനെ എവിടുന്ന് ലഭിച്ചു? ഈ ജ്ഞാനം, ഈ അറിവ് എവിടുന്ന് ലഭിച്ചെന്ന് ചോദിക്കാനിടയായി. തുടർന്ന് നമ്മൾ കാണുകയാണ്, 18 വർഷക്കാലം യേശു കർത്താവ് ബേത്ലഹേമിൽ തന്നെ, ഗലീലയിൽ തന്നെ വസിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. എന്നാൽ 30ാമത്തെ വയസ്സിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ താൻ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നുപോയി. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് മരുഭൂമിയിലെ തന്റെ പരീക്ഷണങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. തന്റെ പരീക്ഷ നിർവഹിച്ച് പൈശാചികനെ തന്നിൽ നിന്ന് അകറ്റിയ ശേഷം താൻ എന്ത് ചെയ്തെന്നറിയാമോ? 40 നാള് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുവാനിടയായി. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നമ്മളത് ചിന്തിപ്പാനിടയായി. ആദ്യം മരിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനായിട്ടിടയായിട്ടു. മരിയയ്ക്ക് പ്രത്യക്ഷപ്പെടുവാൻ കാരണമില്ല. അവിടെ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. ആ 7 ഭൂതങ്ങളെ കർത്താവ് പുറത്താക്കി. പുറത്താക്കിയപ്പോൾ അവൾക്ക് സ്വസ്ഥത വന്നു. അവളവിടെ പണം കൊണ്ടു, അവളുടെ ശരീരം, അവളുടെ കഴിവ് കൊണ്ടും കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരിയായി മാറി. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരുടെ മുമ്പിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. ആദ്യമായി മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, യേശുവിന്റെ ദിവസം അവസാനിക്കുന്നത് അവനെ കാൽവരിയിൽ തന്റെ ജീവിതം എല്ലാവർക്കും വേണ്ടി, ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയും തന്റെ ജീവിതം ബലിയർപ്പിച്ച ശേഷം കല്ലറയിൽ അടക്കപ്പെടുന്നതായി നമ്മൾ കാണുകയാണ്. എന്നിട്ട് നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം, അവിടെ കൊണ്ടും തീർന്നില്ല. അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ ദൈവമായി തന്നെ ഉയർത്തെഴുന്നേറ്റു.
അതേ സമയം മനുഷ്യനും ദൈവമായി ഇരിക്കുവാൻ കഴിയുന്നവൻ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം നമ്മൾ കാണുകയാണ് അവൻ 40-ാം ദിവസം അവൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്. അവൻ സ്വർഗാരോഹണം ചെയ്തു. അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് അവൻ ഇരിക്കുക. അതുകൊണ്ട് ഇവിടെ എപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. ഓരോ മനുഷ്യന്റെയും അവൻ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുകയാണ്. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വെട്ടിക്കളയാതിരിക്കുകയാ. അത് നമ്മുടെ കഴിവല്ല, മിടുക്കല്ല. അവൻ മധ്യസ്ഥനായിരിക്കുന്ന യേശു കർത്താവ് അവന്റെ വിശ്വാസികളായ ജനത്തിന് വേണ്ടി അവൻ പിതാവിനോട് മധ്യസ്ഥത അടയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പകലും നമുക്ക് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത്. ഇതുവരെ കാലാവസ്ഥ അനുകൂലമായിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ യേശുവിന്റെ ദിവസത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. 33 വയസ്സിൽ യേശുവിന്റെ ദിവസം അവസാനിപ്പിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് മനുഷ്യന്റെ ദിവസമാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അത് ഈ കാലയളവിനെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തെല്ലായിടത്തും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മീഡിയകളിലൂടെയും സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഒരേ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ ലോകത്തിലുള്ള സകല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദ പുസ്തകമാ. അതേ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ വിശുദ്ധ വേദ പുസ്തകമാ. അവയെ ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? എല്ലായിടത്തും ഈ സുവിശേഷം എത്തണം. ആ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടുന്നതെന്ന് പിതാവും പുത്രനും പരിശുദ്ധരുമായും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലയളവ് ആമേൻ മനുഷ്യന്റെ ദിവസമാണ്. മനുഷ്യന്റെ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വാഗണ്ടേറ്റ് പറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വ്യവസ്ഥയുള്ളൂ. ആമേൻ. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആമേൻ. അവൻ കബറടങ്ങി. അവൻ കഷ്ടത സഹിച്ച് നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് അവന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. സന്തോഷിച്ച നിമിഷമാണ് കർത്താവിന്റെ മരണം. കാരണം ദൈവത്തിന്റെ സ്തോത്രം, അവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അവൻ അറിയില്ലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് അവന് സന്തോഷിച്ചു. എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ കാൽവരി ക്രൂശിൽ വെച്ച് തന്നെ അവന്റെ തലയെ തകർത്തവനാ നമ്മുടെ മെസ്സിഹ. അങ്ങനെയാണെങ്കിൽ അവർ ഉയർത്തെഴുന്നേറ്റ നിമിഷം ദൈവത്തിന്റെ സ്തോത്രം പിശാചുക്കൾ മുഴുവൻ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതായിട്ട് വന്നു. അവൻ മരിച്ചവൻ മാത്രമല്ല, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ നോക്കിയോണേ, വീട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു ഉയർപ്പുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അമേൻ. രണ്ടാമത് കർത്താവിന്റെ അമേൻ മനുഷ്യന്റെ ദിവസം എന്ന് പറയുന്നത് ഈ കാലയളവ അത് തീരാൻ പോകുകയാ. നമ്മള് അവിടെ പറയുന്ന യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എന്നാൽ ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. അതെപ്പോഴാണ് നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, അവസാന വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ കർത്താവിന്റെ വരവാകുമെന്ന് പറയുകയാണ്. അപ്പൊ മനുഷ്യന്റെ ദിവസവും അവസാനിക്കാനായി നമുക്കറിയാം. യുദ്ധങ്ങളെയും യുദ്ധസ്ഥിതികളെയും കേട്ടിരിക്കുക. പേടിയുണ്ടോ? ഒരു ദീർഘദൂര മിസൈല് തൊടുത്തുവിട്ട ഏതെങ്കിലും രാജ്യം കേരളത്തിൽ വരെ എത്തുന്ന ദൈർഘ്യമുള്ള മിസൈലുകളുണ്ട്. നമ്മൾ ധരിക്കുന്നത് എന്താ? നമുക്ക് ഇത് കുഴപ്പമൊന്നുമില്ല, പറ്റുകയില്ലെന്നാ. എന്ത് സംഭവിക്കാം? ലോകത്തിൽ എന്ത് സംഭവിക്കാം? എല്ലാ രാജ്യങ്ങളും അവരുടെ പോർമുനകൾ ഓരോ രാജ്യത്തിന്റെയും തലസ്ഥാന നഗരികളെ ലക്ഷ്യമാക്കി അവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാ. എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. വിശ്വാസി ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്നാ കാര്യം? ഇന്ന് മരിച്ചാലും കർത്താവിന്റെ സന്നിധി സ്വന്തം പറയുന്നില്ലല്ലോ, ഒരു സന്തോഷമില്ലല്ലോ. പ്രത്യാശയോടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ
നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഏത് നിമിഷവും മരിക്കട്ടെ. അത് മിസൈൽ വീണാണോ, അല്ല അപകടത്തിലൂടെയാണോ, എങ്ങനെയാകട്ടെ നമ്മുടെ ജീവിതം അവസാനിച്ചാൽ നമുക്കൊരു നിത്യതയുണ്ട്. അതുകൊണ്ടാണ് ആമേൻ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ മറന്നു പോകരുത്. അനേക ഭക്തന്മാർ അവരുടെ ജീവനെ അവർ വലിയതായി എണ്ണിയില്ല. പൗലോസ് പറഞ്ഞു, അവയെ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ മനുഷ്യന്റെ ദിവസം അവസാനിക്കാറായതുകൊണ്ട് വിശ്വാസി ഇങ്ങനെ പാടണം: മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ വരാവെട്ടമടുത്തുപോയി, മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ വരാവെട്ടമടുത്തുപോയി, ആശ്വസിപ്പാൻ ഒരിക്കൽ കൂടെ മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ പെട്ടിടതോടിടുക. അതുകൊണ്ട് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി പ്രിയന്മാരോരിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി പ്രിയന്മാരോരിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നേ ഒരുങ്ങീട. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി. രണ്ടാമതായിട്ട് മനുഷ്യന്റെ ദിവസം, അതിനോട് ചേർന്ന് വരുന്ന വിശുദ്ധ ദിവസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ദിവസമാണ് രക്ഷാ ദിവസം. 2 കൊരിന്ത്യർ 6:2 അത് ഈ കാലഘട്ടത്തെ കുറിക്കുന്നെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യന്റെ ദിവസവും ഈ കാലഘട്ടങ്ങളാണെങ്കിൽ രക്ഷാ ദിവസവും ഈ കാലഘട്ടം തന്നെയാണ്. ആര് തയ്യാറാകുന്നുവോ, ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിലേക്ക് ആര് സ്വീകരിക്കുന്നു, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:18 പറയുന്നത്: കണ്ടാലും ഞാൻ വാദിക്കണമെന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ താഴെ കഴിക്കും. നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, അത് ഈ രക്ഷാ ദിവസത്തിലെ ഒരു പ്രത്യേകതയാണ്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരവരളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരവരളി. അവൻ ദൈവത്തിന്റെ പ്രസാദകാലമാണിത്. അവൻ നമ്മൾ മുൻപ് കണ്ടു, മനുഷ്യന്റെ ദിവസങ്ങളാണ് ഈ കാലഘട്ടം. നമ്മൾ കണ്ടു, ഏത് മനുഷ്യന് വേണമെങ്കിലും ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാം. ഇവിടെ പറയുകയാണ്, ഇത് രക്ഷാ ദിവസമാണ്. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. പണം കൊടുക്കണ്ട, യാതൊന്നും മുടക്കുമുതലില്ല. എന്നാൽ മുതൽ മുടക്കിയവരുണ്ട്. നമ്മുടെ പാപത്തിന് പരിഹാരമായി മുതൽ മുടക്കിയ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? ലോകത്തിന്റെ മധ്യത്തിലേക്കൊന്ന് നോക്കണം. അവന്റെ ആ മുറിവുള്ള കരങ്ങളിലേക്കൊന്ന് നോക്കണം, മുറിവുള്ള കാലുകളിലേക്കൊന്ന് നോക്കണം, അവന്റെ വിലാവിലേക്കൊന്ന് നോക്കണം. അതുകൊണ്ടാണ് തോമസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞത്: അവന്റെ മുറിവുകളിൽ ഞാൻ അവയെ തൊട്ടു നോക്കാതെ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ രക്ഷാ ദിവസത്തിൽ ജീവിക്കുന്നവർ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കാണാതെ വിശ്വസിച്ചവർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തോമസ് ശ്ലീഹായെ സ്ഥാനപ്പെടുത്തി. കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിനെ സ്ഥാനപ്പെടുത്തി. അവരൊക്കെയാണ് ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചവരായിട്ട് മാറിയത്. അവരാത്മാവിൽ നിറഞ്ഞപ്പോൾ ലോകത്തെല്ലായിടത്തും സുവിശേഷ വേലയിൽ അവർ ശ്രദ്ധ ചെലുത്തുകയും അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുകയും ഒരു മതവിഭാഗത്തിനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ കഴിയാത്ത കാര്യം ആ കാലങ്ങളിൽ അവർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വായിക്കുകയാണ്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും. ആരാണ് ചോദിക്കുന്നത് ദൈവത്തോട്? ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാ, എന്നോട് കരുണ തോന്നണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രസാദകാലമായതുകൊണ്ട്
അതുകൊണ്ട് അതെ പൗലോസ് പറയുന്നത് ഇത് തന്നെ സുപ്രസാദ കാലം, ഇത് തന്നെ രക്ഷാ ദിവസം. അപ്പൊ ഇത് രക്ഷാ ദിവസത്തിന്റെ കാലമാണെന്ന് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് പ്രസാദ കാലത്തിന് ഉത്തരവാണ്. അടുത്ത വാക്യം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടത്. മതി. അമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്നുകൂടെ വായിക്കാം. അമേൻ. അങ്ങനെയാണെങ്കിൽ അമേൻ ഈ ദിവസങ്ങളിൽ ആരാഗ്രഹിക്കുന്നുവോ അമേൻ ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ അവരുടെ ഹൃദയവാതിൽ മുട്ടുന്ന യേശുവിനെ അവർ സ്വീകരിക്കുന്നുവെങ്കിൽ അമേൻ ആ യേശു അമേൻ അവരുടെ ഹൃദയത്തിലേക്ക് വന്നിരാമാർക്കും. സ്വതന്ത്രം. അമേൻ. റോമർ 10:9 ഞാൻ മുമ്പേ ഓർപ്പിച്ചു യേശുവിനെ കർത്താവെന്ന് അത് വായി കൊണ്ട് അതിരം കൊണ്ട് വായി കൊണ്ട് ഏറ്റു പറയണം. എന്നിട്ട് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഈ ഒരു ചാൻസ് ഇല്ല. ഇതല്ലാതെ വേണമെന്നുമില്ല. ദിവസത്തിൽ പറഞ്ഞു ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമേൻ. ഞാൻ ഈ നാളുകളില് ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ AD 325 എഴുതിയതായ വിശ്വാസ പ്രമാണത്തിന്റെ 2-ാം ഖണ്ഡിക. ഭാഷയുടെ 2-ാം ഖണ്ഡിക ഒന്ന് വായിച്ച്, ഞാൻ പിതാവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിർത്തി പറയണം. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിനു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനോ. സർവ്വലോകത്തിന് മുൻപേ പിതാവ്. ഇതെങ്ങനെ പിതാക്കന്മാർക്ക് ആത്മാവിൽ മനസ്സിലാക്കി കിട്ടിയ കാര്യമാ. സർവ്വലോകത്തിന് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്ന് പ്രകാശവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവനും ജനിച്ചവനും. ബേത്ലഹേമിൽ അവൻ ജനിച്ചവനാണ്. സൃഷ്ടിയല്ല, പരിശുദ്ധ റൂഹ തന്നെ അവൻ ദൈവമായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്വന്തം സാരാംശത്തിൽ പിതാവിനോട് സമത്വം ഒന്നായിരുന്നവനാ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയും ഒന്നായിരുന്നു. സകലവും നിർമ്മിക്കപ്പെട്ടവനും ക്രിസ്തുവിന് വേണ്ടിയാണ് സകലവും നിർമ്മിക്കപ്പെട്ടത്. തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി. നമ്മൾ ഓരോരുത്തരും പറയണം, മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി പ്രകാരം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ശരീരിയായി തീർന്നു. മനുഷ്യരായി ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറക്കപ്പെട്ടു. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടം അനുഭവിച്ചു. കഷ്ടാനുഭവം മുഴുവൻ അനുഭവിച്ച് നമുക്ക് വേണ്ടിയായിരുന്നു. മരിച്ചു അടക്കപ്പെട്ടു. തിരുമനസ്സായ പ്രകാരം 3-ാം ദിവസം എഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവനും മരിച്ചവനെയും ജീവനുള്ളവനെയും മരിച്ചവനെയും വിധിപ്പാൻ തന്റെ വലിയ ബോധത്തോടെ വരുവാനിരിക്കുന്നവരും കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ രക്ഷാ ദിവസത്തിൽ ഓരോ വിശ്വാസികൾ, ഓരോ സഭയിലുള്ള ആളുകളും ഈ വിശ്വാസ പ്രമാണം വിശ്വസിക്കുന്നവര് അത് വിശ്വാസത്തോടെ ഏറ്റുപറയുവാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിതാവ് വിശ്വാസ പ്രമാണം നമുക്ക് നൽകിയിരിക്കുകയാ. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നല്ലോ, യേശുവിനെ കർത്താവെന്ന് നീ വായി കൊണ്ട് ഏറ്റുപറയണം. വെറുതെ അതിനെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യം. എല്ലാ ഞായറാഴ്ചയും പോയി അതിനെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയണം. അല്ലേ? അവൻ എന്നിട്ട് പറയുകയാണ്, അവനെങ്ങനെയാ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണോ. അതാണ് വിശ്വാസം. അതാണ് യഥാർത്ഥ വിശ്വാസം. എന്റെ യേശു ഭൂമിയിൽ കടന്നു വന്നിരുന്നു. അവൻ ജനിച്ചിരുന്നു, അവന് കഷ്ടമനുഭവിച്ചിരുന്നു, കബറടങ്ങിയിരുന്നു, അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അല്ലാത്ത ഒരൊറ്റ ഒരാളും രക്ഷിക്കപ്പെടുകയില്ല.
ദൈവത്തിന് സ്തോത്രം. അത് കലാകാലങ്ങളിലായി ദൈവം ആമേൻ പാമരനെന്നോ പണക്കാരനെന്നോ ധനവാനെന്നോ ബുദ്ധിമാനെന്നോ നോക്കത്തില്ല. ദൈവസന്നിധിയിൽ എളിമയോടെ കടന്നു ചെല്ലുന്നവര് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ ആമേൻ 2 കൊരിന്ത്യർ 5:17 പറയുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. ആണോ? പുതുതായി തീർന്നു. കാന്ത തന്നെത്താൻ പറയേണ്ട ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ? ദേഷ്യം വരുമ്പോ ദേഷ്യം അടക്കാൻ കഴിയുന്നുണ്ടോ? വല്ലവരെയും കണ്ട് പറയണമെന്ന് തോന്നുമ്പോൾ ഞാനത് ദൈവവേദനാണെന്ന് തോന്നുന്നുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിന് ചെവി കൊടുക്കുവാൻ പോകാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ. അത് ഒരുത്തൻ എന്ന് പറഞ്ഞ ഏറ്റവും സന്തോഷമുള്ള ഒരു വചനമാണ്. ഒരുത്തൻ എന്ന് പറഞ്ഞ വ്യക്തിപരമായ രക്ഷ. കൂട്ടമായ ഒരു സഭയെ ദൈവം കൊണ്ടുപോകത്തില്ല. സഭയിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ, നയവാന്മാരാണെങ്കിൽ അവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എന്തൊരു അനുഭവമുള്ള വചനമായത്. ആമേൻ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, നിങ്ങളിൽ പലരും പിന്മാറ്റത്തിൽ പോയവരുണ്ട്, മടങ്ങി വരണം. നിങ്ങൾ ഒരിക്കൽ യേശുവിനെ ദർശിച്ചവരാ, യേശുവിൽ വിശ്വസിച്ചവരാ, നിങ്ങള് ക്രിസ്തുവില് ആമേൻ പുതിയ സൃഷ്ടിയായി തീർന്നതാ. എന്നാൽ നിങ്ങൾ മടങ്ങി വരണമെന്ന് കൊരിന്ത്യ സഭയോട് പറയുകയാ. പ്രിയപ്പെട്ടവരെ, അനേകർ തെറ്റിപ്പോയിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നുണ്ട്, ഒത്തിരി തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താ പിന്നീട് അവനെ മടക്കി വരുത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മളിവിടെ കേട്ടതുപോലെ ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാ ദിവസം. ഈ ദിവസം നമ്മൾ 3-ാമത്തെ ദിവസം മനുഷ്യൻ ഓർത്തിരിക്കേണ്ട ദിവസം രക്ഷാ ദിവസമാ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നതിനാണ് സ്വന്തം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ എനിക്കും ജീവിക്കാൻ, ഈ രക്ഷാ ദിവസത്തിൽ എനിക്കും ജീവിക്കാൻ, എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, എന്റെ കർത്താവെ കടന്നു വരണമെന്ന് പറയുവാൻ എനിക്ക് കഴിഞ്ഞതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവിടെ പറയുകയാണ്, പ്രവൃത്തി 2:6 പറയുകയാണ്, പ്രവൃത്തി 16:26 പ്രവൃത്തി 16:26 പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഇത് രക്ഷാ ദിവസത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് സംഭവിച്ചിട്ട് കാര്യമില്ല. അവൻ അവിടെ വായിച്ചു നോക്കിയിട്ട് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വലിയ വാതിലൊക്കെ തുറന്നു പോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമുക്കറിയാം, ദൈവത്തിന്റെ സ്തോത്രം. രക്ഷാ ദിവസത്തിൽ അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിലുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അവിടെ പറയുന്നത് നമ്മൾ വായിക്കുന്നു, എല്ലാവരുടെയും ചെങ്ങലകളും. ഇതാണ് രക്ഷാ ദിവസത്തിന്റെ പ്രത്യേകത. വചനം അയക്കപ്പെടുമ്പോൾ അത് വെറുതെ മടങ്ങി വരികയില്ല. അയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരും. അപ്പൊ നമ്മൾ കാണുകയാണ്. പക്ഷെ അതിന്റെ പിൻപിലേക്ക് പോകുമ്പോൾ അവര് ദണ്ഡ അടിയേറ്റവരായി, അവർ കഷ്ടത അനുഭവിച്ചവരായി കാരാഗൃഹത്തിന്റെ ഉൾമുറിയിൽ അവർ കിടക്കുന്നത്. അപ്പം ഇവര് പുറത്തുപോയ യേശുവിനെ പ്രസംഗിക്കും, അനേകം രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് അവരെ കാരാഗൃഹത്തിന്റെ ഉൾമുറിയിൽ സൂക്ഷിക്കുവാനായിട്ട് കൽപ്പിച്ചു. അവര് ചെങ്ങലകളാൽ ബന്ധിതരായി കിടക്കിയ ഓരോ സുശീലാസും. എന്നാൽ അവരെന്ത് ചെയ്തു? അവർക്കറിയാം, ഈ കാരാഗൃഹത്തിൽ ഇറങ്ങി വരുന്ന എന്റെ യേശുണ്ട്. എന്താണ് കാരാഗ്രഹം? പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കഷ്ടതയുടെ ദിനങ്ങള് കാരാഗ്രഹമാ. എന്നാൽ ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന്, ആ കഷ്ട ദിവസങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അപ്പാടെ സംഭവിക്കും. എന്നാൽ ഇവിടെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വരികയാണ്. ഇറങ്ങി. പക്ഷെ അതിന് കാരണമുണ്ട്. അവരെന്ത് ചെയ്തു? അവര് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പാടി
പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു എന്നാ പറയും. ആദ്യം പ്രാർത്ഥിച്ചു, പിന്നെ പാടി സ്തുതിച്ചു. അതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് ആദ്യം പ്രാർത്ഥന വെക്കുന്നത്, പിന്നെ ആരാധന വെക്കുന്നത്, പിന്നെ വചന ശുശ്രൂഷ വെക്കുന്നത്. അപ്പൊ പാടി സ്തുതിച്ചു, ദൈവത്തിന്റെ സ്തോത്രം. സ്തുതിച്ചപ്പോൾ സ്വർഗം സന്തോഷിച്ചു, സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിച്ചു. ഹല്ലേലൂയ. വേദനയുടെ നടുവിലും പാടി സ്തുതിക്കുവാൻ കഴിയുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമായ ഒരു കാര്യമാണ്, അല്ലേ? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണം വീഴുകയാ. മാംസകഷ്ണം വീഴുമ്പോഴും അവൻ പ്രാർത്ഥിച്ചു. എവിടെ നോക്കിയറിയാം? സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അപ്പോ അവന്റെ വേദനയെല്ലാം മറന്നു. കാരണം അവൻ കണ്ടത് അവനെ വീണ്ടെടുത്ത യേശുവിനെയാ. അത് യേശു നിൽക്കുകയാ. ഹല്ലേലൂയ. എന്തിനാ കർത്താവ് നിൽക്കുന്നത്? അവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ദൂതന്മാരോട് ചേർന്ന് അവനെ സ്വീകരിപ്പാൻ, അവന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിൽക്കുക. നമ്മളെല്ലാം കേട്ടത് യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് നമുക്ക് മധ്യസ്ഥത അടയ്ക്കുന്നെന്നാ. എന്നാ ഒരു വിശ്വാസി മരിക്കുമ്പോൾ എന്റെ യേശു എഴുന്നേറ്റ് നിന്നാൽ അവന്റെ ആത്മാവിനെ സ്വീകരിക്കും. ദൈവത്തിന് സ്വന്തം. അപ്പൊ നോക്കി അവര് പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനം മുഴങ്ങി, വാതിൽ തുറന്നു, എല്ലാ വാതിലും തുറന്നു. ഇതിന്റെ ചുമതലക്കാരുണ്ട്, കാരാഗ്രഹ പ്രമാണി. അവൻ കരുതി വാതിൽ തുറന്നാൽ എന്തായാലും എല്ലാവരും ഓടിപ്പോയെന്നവർ കരുതി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവൻ സ്വയം കൊല്ലുവാനായിട്ട്, ആത്മഹത്യ ചെയ്യുവാനായിട്ട് അവനെ ശ്രമിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ സ്തോത്രം. അത് രക്ഷാ ദിവസമായതുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്ന എല്ലാ തടവുകാരും ദൈവമക്കളായി തീരേണ്ടതിന് അവിടെ സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ആ ഉടനെ പൗലോസും ശീലാസും പൗലോസ് വിളിച്ചു പറഞ്ഞു, എന്താണ് ഞങ്ങൾ ആരും എങ്ങും പോയിട്ടില്ലെന്ന് വിളിച്ചു. അയ്യോ, അവൻ ചോദിച്ചത് അത്ഭുതമാ. അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ അവൻ അനുഭവിച്ചിട്ടില്ല. അവന്റെ കയ്യില് അല്ലെങ്കിൽ അവന്റെ മടിക്കിരിക്കുന്ന താക്കോല് കൊണ്ട് തുറന്നെങ്കിലേ കാരാഗ്രഹം തുറക്കത്തുള്ളൂ. അതിനെല്ലാം ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹം തുറന്നു. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു എന്നൊന്നും അവനറിയില്ല. എന്നാൽ പൗലോസിനും ശീലാസിനും അറിയാം അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരുന്നുവെന്ന്. അത് ഞങ്ങൾക്ക് ഈ കാരാഗ്രഹത്തിൽ, ഈ രക്ഷാ ദിവസത്തിൽ ചില ആത്മാക്കളെ നൽകേണ്ടതിനാണെന്ന് ഇവർക്കറിയാമായിരുന്നു. ഉടനെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹോദരന്മാരെ, ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമേ, ഇന്ന് ലോകത്തോട് എന്റെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാ, രക്ഷ പ്രാപിപ്പാൻ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ രക്ഷ എവിടെ നിന്ന് നിനക്ക് വരുന്നെന്ന് ആ കാൽവരി ക്രൂശിലേക്കുള്ള ദർശനം സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകും. സ്വർഗം. ഹല്ലേലൂയ. അവനെ പറഞ്ഞു, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവൻ നീ മാത്രമല്ല, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും, അല്ലേ? യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മള് ആ മറുനാട്ടിൽ മറുസ്ഥലത്ത് വെച്ച് നമ്മൾ ചില വിഗ്രഹങ്ങളെയൊക്കെ സേവിച്ചിരുന്നു, ചില ദേവന്മാരെയൊക്കെ ആരാധിച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ദേവന്മാരുടെ പ്രകാരം പോവാം, നിങ്ങൾക്ക് എങ്ങനെ വേണേലും പോവാം. എന്നാൽ ജീവനുള്ള ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത് കൊണ്ട് യോശുവ പറയുകയാണ്, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാനത് തീരുമാനമെടുക്കുന്നു. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുടുംബമായ രക്ഷയുടെ പാതയ്ക്ക് ആർപ്പെടുന്നത് വ്യക്തിപരമായ രക്ഷ കുടുംബമായ അനുഭവമായി മാറുമെന്ന കാരാഗ്രഹ പ്രമാണി ഈ സംഭവം വീട്ടിൽ വേദോസത്തിൽ എഴുതിയിട്ടില്ല, വീട്ടിൽ വിവരിച്ചു കാണും. അയ്യോ, ഇന്ന് വലിയൊരു സംഭവം നടന്നു, ഞാൻ വധിക്കപ്പെടേണ്ട സ്ഥാനത്ത് ഒരു ദൈവവേദനായി തീരുമാനിക്ക് ഭാഗ്യം ലഭിച്ചു. 2 വിശുദ്ധന്മാരെ ആ കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ ഇട്ടിരുന്നു. അവര് ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അവര് ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. പക്ഷെ ആരും ഓടിപ്പോയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വലയത്തിനുള്ളിലായിരുന്നു കാരാഗ്രഹം. അതുകൊണ്ട് അവർ ഓടിപ്പോയത് കേട്ടോ. അവൻ നോക്കിയേ, നമ്മളിവിടെ വന്നിരിക്കുമ്പോ ആത്മാവിന്റെ വലയത്തിലാണ്. സ്വതന്ത്രം നോക്കിയ വലിയൊരു മഴ ഇങ്ങോട്ട് വന്നു. എവിടെ പോയി മഴ? അത് വന്ന പോലും പിന്നെ മണ്ടയിലൊക്കെ ചെറിയൊരു ശല്യമൊക്കെ ഉണ്ടായി. അതാ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിനറിയാം ഇവിടെ എന്തിനാ നടക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങൾ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാം. ദൈവത്തിന് സ്വന്തം. അങ്ങനെയാണെങ്കിൽ ആമേൻ, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ കടമ. പണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു,
എനിക്ക് രാത്രിയിൽ ഒട്ടും ഉറക്കമില്ല. ഉടനെ സുശേഷൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ രാത്രി ഉറക്കമില്ലാതിരിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, പ്രാർത്ഥിക്കാനാണത്. അമേൻ. അദ്ദേഹം എന്ത് ചെയ്തറിയാമോ? പൗലോസിനെയും ശീലോസിനെയും പോലെ അമേൻ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ദൈവാത്മാവിൽ ആ മനുഷ്യൻ നിറഞ്ഞ് ഒരു വലിയ സുവിശേഷകനായി മാറുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബവും മനസ്സാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ 16:21 വായിച്ചാണ്. 16:21. ഇത് രക്ഷാ ദിവസം. മൂന്നാമത് പറഞ്ഞ രക്ഷാ ദിവസം. നമുക്ക് അംഗീകരിക്കാനും അനുസരിക്കാനും ന്യായമില്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടോ, ഇവർക്കെതിരായിട്ടുള്ള കുറ്റം എന്തായിരുന്നു? കാലാന്തരത്തിൽ അവരെ ആക്കുവാനുള്ള കുറ്റം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. റോമാക്കാരായ നമുക്ക് അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ അവർ പ്രസംഗിക്കുന്നു. ഇതായിരുന്നു അവരുടെ കുറ്റം. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, ഞാൻ ഒട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. എന്നിട്ട് പറയുകയാണ്, ആരെല്ലാം എതിർത്താലും ഞാൻ പിന്മാറുകയില്ലെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ പിന്മാറാത്തതിന്റെ കാരണം പട്ടുകാരൻ തുടർന്ന് പറയുന്നുണ്ട്, പിന്മാറാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം ഒരു സ്വർഗമുണ്ട്, ഒരു വലിയ സന്തോഷമുള്ള അനുഭവം സ്വർഗത്തിലുണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ് ആ പാട്ടുകാരന് ഇങ്ങനെ പാടുവാനിടയായത്. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് എഴുതിയ മനുഷ്യനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായിരുന്നു. മനോഹരമായ ഒരു പാട്ട്. ഞാൻ ആ പാട്ട് മറന്നുപോയി. ഒരിക്കലും ആ പാട്ട് നമ്മുടെ PJT ഹാളിൽ പാടിയത് ഞാൻ ഓർക്കുന്നുണ്ടോ? യേശു മഹോന്നതനെ. അറിയാം ആ പാട്ടറിയാം? യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമകാന്തനെ കാണാം. കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടി ഇടിച്ചവരന്ന് മിശിഹായു വാഴും മിശിഹായുടെ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ കാണാം, മൽപ്രേമം. ഞാൻ ആ പാട്ടിന്റെ പ്രത്യേകത പറയാനായിട്ട് ഒതുങ്ങി. കഷ്ടത സഹിച്ചവര്, കല്ലേറ് അടിയിടി കൊണ്ടവര്, ആമേൻ, യേശു മിശിഹായുടെ നാട്ടിൽ ആമേൻ അവരെ കാണാമെന്ന് എഴുതിയ പാട്ടുകാരൻ പിന്മാറി പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ആരാധ്യ പുരുഷനായിരുന്നു അദ്ദേഹം. എന്താണെന്നറിയാമോ? അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞു പോയി. അത് ക്രിസ്തുവിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയി. അദ്ദേഹത്തെ പിന്നീട് ആർക്കും മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. ഒരു സമൂഹം മുഴുവൻ ദൈവത്തിൽ നടന്നു പോകുവാൻ കാരണമായ ആ പാട്ടുകൾ ഇന്നും ദൈവജനങ്ങൾ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അങ്ങനെയാണെങ്കിൽ ആമേൻ, ഞാൻ ഒട്ടും പിന്മാറില്ല. എന്റെ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് എന്തെല്ലാം ഭവിച്ചാലും ഞാൻ ആ വിശ്വാസത്തിൽ നിന്ന് മാറില്ലെന്ന് പാട്ടുകാരനെ പോലെ ഈ രക്ഷാദിവസത്തിൽ ഒരു വിശ്വാസിക്ക് പറയാനായിട്ട് കഴിയണം. നാലാമതായിട്ട് നമ്മൾ കണ്ടത് ക്രിസ്തുവിന്റെ ദിവസമാണ്. 5 ദിവസങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ നാൾ അഥവാ ക്രിസ്തുവിന്റെ ദിവസം. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്താണ്? ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ആ യേശുവിന്റെ ദിവസം, അത് കർത്താവിന്റെ ഐഹിക ജീവിതകാലമായിരുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് മനുഷ്യന്റെ ദിവസം, അത് മനുഷ്യർക്ക് രക്ഷപ്രാപിക്കാനുള്ള ദിവസങ്ങളാണിത്. അതുകൊണ്ടാണ് മൂന്നാമത് വീണ്ടും നമ്മൾ ചിന്തിക്കാനിടയായത് ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാ ദിവസം എന്ന് കണ്ടത്. നാലാമതായി വേദപുസ്തകത്തിൽ ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട നാലാമത്തെ വേദപുസ്തകത്തിലെ ഒരു ദിവസമുണ്ട്. അത് ക്രിസ്തുവിന്റെ ദിവസമാണ്. യേശു ക്രിസ്തു സഭയ്ക്കായി വരുന്ന ആ കാലഘട്ടം. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. നമ്മൾ ഓർക്കണം, യേശു ക്രിസ്തു സഭയ്ക്കായി വരുന്ന ആ ഘട്ടത്തെയാണ് ക്രിസ്തുവിന്റെ ആ നാളെന്ന് നമ്മൾ പറയുന്നത്. ആദ്യം ഭൂമിയിൽ മനുഷ്യനെ വീണ്ടെടുക്കാൻ വന്നത്
അത് ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലം, അത് ക്രിസ്തുവിന്റെ ഒരു ദിവസമായിരുന്നുവെങ്കിൽ ഇനിയും കർത്താവ് വരാൻ പോകുക. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 16-ാം വാക്യം. ആമേൻ. നമുക്ക് വായിച്ച് ക്രിസ്തുവിന്റെ ദിവസം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പിയർ 1:6, 2-ാം അധ്യായം 16. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ എനിക്ക് കൂട്ടാളിയായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാവരെയും കുറിച്ച് വിവരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ക്രിസ്തുയേശുവിന്റെ ആഗ്രഹയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ക്രിസ്തുവിന്റെ നാളിൽ, അപ്പൊ 4-ാമതായി ക്രിസ്തുവിന്റെ ദിവസം, ആ നാള് യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി 2ാമത് വരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സഭയോടുള്ള ബന്ധത്തില് അവൻ താന് സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ ക്രിസ്തുവിന്റെ ദിവസത്തിലേക്ക് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളെ ഓർപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്. ഫിലിപ്പിയർ 1:4 പറയുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഇന്നത്തെ നേതാക്കന്മാർക്ക് ആവിശ്വാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ പൗലോസ്ലിഹായ്ക്ക് അറിയാമായിരുന്നു, വിശ്വാസികളൊക്കെ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ക്രിസ്തുവിന്റെ വരവിനായി ആ ദിവസത്തിനായി കാത്തിരിക്കുന്നവരായിരുന്നു എന്നറിയാമായിരുന്നു. അതുകൊണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ സഭയെ കുറിച്ച് പറയുക, നിങ്ങളെയൊക്കെ വീണ്ടും കാണാൻ എനിക്ക് വാഞ്ചയുണ്ട്, സന്തോഷമുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:10 പറയുന്നുണ്ട്, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനാകണമെന്ന് ക്രിസ്തുവിന്റെ നാളിലും തികഞ്ഞവരും പ്രാർത്ഥിക്കുന്നു. അവൻ ഫിലിപ്പിയ ലേഖനം 1:10 പറയുകയാണ്, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും പറയാ സഭയെ കുറിച്ച് പറയുക, അതിന്റെ മണവാട്ടി സഭയെ കുറിച്ച് പറയുക. അവൻ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. അവൻ നോക്കിയ സഭയിൽ ഇടർച്ച വരുത്തുന്നവൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു തിരികൽ കടലിലേക്ക് താഴ്ത്തുന്നതാണ് നല്ലത്. നിന്റെ ഒരു കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് നീ അത് വെട്ടിക്കളയണമെന്നാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൗലോസിനോട് ഉറപ്പുണ്ട്, നിങ്ങൾ ഭേദാഭാദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിൽ നീതിപരം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ക്രിസ്തുവിന്റെ നാളിലേക്ക് നീതിപരം തികഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2:14 വരുമ്പോ ഒന്നുകൂടെ വായിച്ചത്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും പറയുകയാണ്. അവൻ നോക്കിയേ, കർത്താവിന് വേണ്ടി ഓടിയാൽ, കർത്താവിന് വേണ്ടി അധ്വാനിച്ചാൽ അത് വെറുതെ ആകയില്ല. നമ്മൾ ആരോടെങ്കിലും വ്യക്തിപരമായ സുരക്ഷ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക സമയത്ത് എന്റെ കടയിൽ ഞാൻ നിൽക്കുന്നു, 2 പേര് കിടന്നു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തില് എനിക്ക് അവരോട് വ്യക്തിപരമായി 2 പേരോട് സുവിശേഷം പറയാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഒരു സ്തോത്രം പറഞ്ഞോട്ട്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ എല്ലാം ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ, നമ്മൾ പറഞ്ഞ 4-ാമത്തെ ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക്
പ്രശംസ ആത്മാക്കളുടെ വലിയ കൂട്ടവുമായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ, പ്രതിഫലം വീതിക്കുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് അമർത്തി കുലുക്കി ലഭിക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് സഭയെ ഓർത്ത് അഭിമാനപ്പെടുകയാണ്. ഇന്നത്തെ സഭയെ ഓർത്ത് ആർക്കെങ്കിലും അങ്ങനെ അഭിമാനിക്കാൻ വകയുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലേ? നമുക്കറിയത്തില്ല, നമുക്ക് ആരെയും വിധിക്കാൻ അവകാശമില്ല. എന്നാൽ ഒന്നുണ്ട്, പുറമെ നോക്കുമ്പോൾ നമ്മളൊക്കെ പുറമെ നോക്കുകയാ, എന്നാൽ അകമേ അറിയുന്ന ഒരു ദൈവം നിന്റെ മുൻപിലുണ്ടെന്ന് നീ മനസ്സിലാക്കി നിനക്ക് ദൈവത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ അനുയായിയായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. ദൈവത്തിന് സ്വന്തം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നീതിബലം നിറഞ്ഞവരായിരിക്കണം. ആമേൻ. നമ്മള് നിർമ്മലരായിരിക്കണം. നമ്മൾ ഇടർച്ച വരുത്താത്തവരായിരിക്കണം, അല്ലെ? കൂട്ടായ്മയിൽ ഇടർച്ച വരുത്തിയാൽ എന്തോ ഒരു കഷ്ടമെന്ന് പറയും. ദൈവത്തിന് സ്വന്തം. അപ്പൊ 1 തെസ്സലോനിക്കർ 4:16 വായിച്ച് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കുക. യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ദിവസം നാളെ എന്ന് പറയുന്നത് മധ്യാകാശത്ത് വരുന്ന ആ സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. വായിക്കാം. 1 തെസ്സലോനിക്കർ 4:16. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ചേരുന്ന അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മധ്യാകാശം വരെ വരുന്ന കർത്താവ് തന്റെ കാന്തയെ ചേർക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വതന്ത്രം. അപ്പൊ നോക്കിയ കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാനമന്ത്രിയുടെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം ഇത് മുഴങ്ങി കഴിയുമ്പോൾ തന്റെ കാന്തയ്ക്കത് കേൾക്കാൻ കഴിയും. അവരിലേക്ക് ആത്മാവ് വരും. അവന് രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ഞൊടിയിടയിൽ കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ കർത്താവിന്റെ അടുക്കലെത്തും. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ പാടിയത്, മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം മാത്രയിൽ, മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർ വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും. അപ്പൊ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ, അല്ലേ? അശുദ്ധന്മാർ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ വേദനയോടെയാണ് പറയുന്നതെങ്കിലും അശുദ്ധന്മാരെന്ന് പറഞ്ഞിട്ടില്ല. ആ പാട്ടുകാരൻ പാടിയത് മണ്ണിൽ ഉറങ്ങുന്ന ശുദ്ധിമാന്മാർ. ആമേൻ. പെട്ടെന്ന് ഉയർത്ത് വാനിൽ ചേർന്നിടും. ദൈവത്തിന് സ്വതന്ത്രം. മധ്യാകാശത്ത് വരുന്ന കർത്താവിന്റെ അടുക്കൽ ചേർന്നിടും. എന്നാലും എന്താണെന്നറിയാമോ? തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും. അതാണ് പാട്ടുകാരൻ പാടിയത്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തിനായിട്ട് നമ്മളിവിടെ കടന്നു വന്നത്. അങ്ങനെ ഒരു സന്തോഷം നമുക്ക് ദൈവം തന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കേൾക്കുന്ന ആളുകളും നിങ്ങൾ ഇത് കേൾക്കുന്നതും മറ്റൊന്നിനും വേണ്ടിയല്ല, കർത്താവിന്റെ വരവെങ്കിൽ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അമ്മയെ വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വരാൻ പോകുക. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചല്ലോ, മൃതരെ ജീവിപ്പിപ്പാൻ ഇതുപോലെ തന്നെ ആ പാട്ടുകാരനും പാടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അർത്ഥം ആർക്കും അറിയില്ല. എല്ലാവരും ഞായറാഴ്ച പാടുന്നുണ്ട്. പാസാണ് അതിന്റെ അർത്ഥം പറയാം. മരിച്ചവരെ ജീവിപ്പാനായി എഴുന്നള്ളുന്ന രാജാവ് ആകാശത്തിലെ ശോഭയേറിയ മേഘത്തിൽ ആഘോഷ സമിന്നതം വരെ എന്ന് പറഞ്ഞ കോടാനുകോടി ദൂതന്മാരോട് ചേർന്ന് യേശു മധ്യാകാശത്ത് വരുമെന്ന് പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കി അടുത്ത ഞായറാഴ്ച പോലെ അറിയാത്തവര് പാടാൻ ശ്രമിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുക.
വരികയാണ്. എന്നിട്ട് എന്ത് പറയുന്നത്? നയവാന്മാർ കാഹള ശബ്ദം കേട്ട് പുതുവസ്ത്രം ധരിച്ച് എതിരേൽക്കുവാൻ പോവുകയാണ്. ആ നിമിഷം നോക്കിയ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ സംഭവം പിതാക്കന്മാർ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നയവാന്മാർ കാഹള ശബ്ദം കേട്ട് പുതുവസ്ത്രം ധരിച്ച് എതിരേൽക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ നോക്കി ആരാ പോകുന്നത്? നയവാന്മാർ, നീതിമാന്മാർ, വിശ്വാസികൾ. അങ്ങനെയുള്ളവർ മാത്രമാ ദൈവത്തിന്റെ സ്തോത്രം കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർത്തുകൊള്ളുക. പോകട്ടെ പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് പോകട്ടെ. വിവരിക്കുവാൻ സമയമില്ലല്ലോ. അഞ്ചാമത്തെ ആ ദിവസത്തിലേക്കൂടെ ചിന്തിച്ച് വേഗത്തിൽ നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഏറ്റവും പ്രധാനം അത് തന്നെ കർത്താവിന്റെ ഗംഭീരനാഥം തന്നെ 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വിടുകയാണ്. എന്നാൽ ഇനി ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ഗംഭീരനാഥമാണ്. ആമേൻ. തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വരുന്നതാണ്. ആ നാളിനെയാണ് കർത്താവിന്റെ ദിവസമെന്ന് പറഞ്ഞിരിക്കുന്നത്, നാളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും കർത്താവിന്റെ ദിവസമുണ്ട്. ആമേൻ. വെളിപ്പാട് പുസ്തകം 20:6 പറയുന്നുണ്ട് കർത്താവിന്റെ ദിവസം ഏതാ? 5ാമത്തെ കർത്താവിന്റെ ദിവസം. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത മുതൽ സഹസ്രാബ്ദത്തിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ആ കാലയളവിനെ അവൻ പഴയ നിയമത്തിൽ ധാരാളം രേഖപ്പെടുത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, തന്റെ മണവാട്ടിയുമായി ചേർന്ന് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവരെ ചേർത്തുകൊണ്ട് സഹസ്രാബ്ദത്തിന്റെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 1000 വർഷത്തിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് കർത്താവിന്റെ ദിവസം. 1000 വർഷം ഭൂമിയിൽ കർത്താവിന് ഒരു ഭരണമുണ്ട്. ദാവീദിന്റെ മുളയിൽ നിന്ന് ഒരുവന് രാജാവായി അവൻ ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലമുണ്ടെന്ന വെളിപ്പാട് 20:6 വായിച്ചു. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരും അവനാണ് കർത്താവിന്റെ ദിവസത്തിൽ കർത്താവിനോടുകൂടെ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ വസിക്കുന്നവർ. ഓരോ പോലും പറയുന്നത് പറ, അല്ലേ പറ. യോ, എന്തൊരു സന്തോഷം, എന്തോ സന്തോഷം, എന്തോരാനന്ദം, ഇല്ലയോ? അല്ലല്ലേ പറഞ്ഞേ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നമ്മള് 1000 സംവത്സരം അവൻ ദൈവത്തിന്റെ സ്തോത്രം മധ്യാകാശത്ത് നിന്ന് അവൻ 7 വർഷത്തോളം അവൻ പിതാവിന്റെ അടുക്കലുണ്ട്. അന്ന് ഭൂമിയിൽ ആന്റിക്രിസ്റ്റിന്റെ ഭരണം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ 7 വർഷം തന്നെ കാന്തയ്ക്ക് പ്രതിഫലം വീതിച്ചു തരുന്ന ദിവസമാണ്. ആ 7 വർഷം കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക, ഭൂമിയെ ഭരിക്കാൻ. ഈ ഭൂമി മാറിപ്പോവും, ഈ സമുദ്രം മാറിപ്പോവും, ഈ ആകാശങ്ങൾ മാറിപ്പോകും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും യെരൂശലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഭൂമിയെ ഭരിക്കും. അങ്ങനെ 1007 വർഷം നമ്മള് ദൈവത്തോടുകൂടെ വാണശേഷം പിന്നെ പിതാവിനോടുകൂടെ പണ്ട് ഏതവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്കായിത്തീരും. ദൈവത്തിന് സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ പറഞ്ഞു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളത് ആരാ? നമ്മൾ മുമ്പ് പറഞ്ഞ നയവാന്മാർ, നീതിമാന്മാർ, പുണ്യവാന്മാർ, വിശ്വാസികളായിട്ടുള്ളവർ. അവിശ്വാസികൾക്കില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ നരകശിക്ഷയിൽ നിന്ന് അവർ ഒഴിവുള്ളവരായിരിക്കും. അപ്പൊ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുണ്ടെങ്കിൽ അവർ നരകശിക്ഷയിൽ നിന്ന് അവർ ഒഴിവുള്ളവരായിരിക്കും. യഥാർത്ഥ വിശ്വാസികൾ ദൈവത്തിനോടുകൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് ഭൂമിയിൽ വാഴും. വെളിപ്പാട് 20:7 വായിക്കും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. തടവിൽ നിന്ന് അവനെ 1000 വർഷം ഭൂമിയെ ഭരിക്കുന്ന സന്ദർഭത്തിൽ അവനെ പൂട്ടിയിട്ടിരിക്കുക, തടവിലാക്കിയിരിക്കുക. അവനെ അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. യെരൂശലേമിൽ കുറെ ജാതികളും ഉണ്ട്, അന്നുള്ള കുറെ ജാതികളുണ്ട്. അവരോടുകൂടെ അവൻ ദൈവത്തിന്റെ സ്തോത്രം പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ ജാതികളായിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്കറിയാം, നമ്മൾ കണ്ടു, വിശുദ്ധന്മാര് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നീട് ഭൂമിയിൽ അവൻ ഉണ്ട്. എന്നാൽ യേശുവിന്റെ
ജീവിതകാലത്ത് അതായത് രാജാവായി വാഴുമ്പോൾ ദൈവത്തിന് സ്വന്തം 1000 വർഷക്കാലം താന് ഭൂമിയിൽ വാഴ കഴിഞ്ഞു കഴിയുമ്പോൾ മനുഷ്യനെ തെറ്റിക്കുവാൻ കഴിയത്തില്ല. അവൻ പിശാചിനെ അന്ധകാരത്തില് വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് വീണ്ടും അവൻ ഈ ജാതികളെ മുഴുവൻ നശിപ്പാൻ ദൈവത്തെ അറിയാത്ത യഹൂദന്മാരെ ഒഴിച്ച് ആ ജാതികളിൽ വിശ്വസിക്കുന്നവരെ ഒഴിച്ച് നശിപ്പാൻ തക്കവണ്ണം അമേൻ കർത്താവ് അമേൻ 1000 ആണ്ട് കഴിയുമ്പോൾ അവരെ സ്വതന്ത്രരാക്കും. ലോകത്തിന്റെ എല്ലാ അതിരുകളിലും ചെന്ന് ക്രിസ്തുവിന്റെ ശത്രുക്കളായ ഗോഗ് മാഗോഗ് എന്നിവരെ ക്രിസ്തുവിന് വിരോധമായി ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യുക. ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭരണത്തോട് എതിർപ്പുണ്ടായിട്ട് യുദ്ധം ചെയ്യുവാൻ ഗോഗ് മാഗോഗ് എന്നൊക്കെ പറയുന്നത് റഷ്യയെ കുറിച്ചാണെന്ന് അവൻ അറിയാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നും ഒരു വലിയ സമൂഹം യെരൂശലേമില് അവൻ കർത്താവിനോട് യുദ്ധം ചെയ്യുവാൻ ആ കാലങ്ങളിൽ വരും. എന്താ പിശാചിനെ അഴിച്ചുവിട്ടപ്പം കർത്താവിനെതിരായി യുദ്ധം ചെയ്യുവാൻ അവർക്ക് ആത്മപ്രേരണ കൊടുത്തിട്ട് വരികയാണ്. എന്നാൽ അത് എന്താ പറയുന്നത്? അവരെ കർത്താവ് നശിപ്പിച്ചു കളയും എന്ന് പറയുകയാണ്. വെളിപ്പാട് 29 വായിച്ചു. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. അതോ അന്ന് യെരൂശലേം നഗരത്തെ അവർ വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പുകയിലേക്ക് തള്ളിയിടും. അവന് നരകം കൊടുത്തു. ഇനി ഒരു ന്യായം വരാൻ പോകുക. ദൈവത്തെ അറിയാത്തവർക്കായ ഒരു ന്യായവിധിയും വരാൻ പോകുക. വെളിപ്പാട് 2:10 പറയുന്നു, അവർ എന്നേക്ക് രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. വെളിപ്പാട് 2:10 സാത്താനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്ക നമ്മൾ വായിച്ചു തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവിശ്വാസികളായി മരിച്ചവരുടെ ന്യായവിധിക്ക് ശേഷമുള്ള അന്ത്യ തടവറയാണ് ഈ നരകം. ഓർക്കുമ്പോ പേടി വരും. നിങ്ങൾ പേടി വരുന്നില്ലേ? എന്നാ പേടി വരാത്ത ദൈവവേദനായതുകൊണ്ട് ആണോ? ദൈവത്തിന് സ്തോത്രം. അവൻ വെളിപ്പാട് 20:15 പറയുന്നു. 15 വായിച്ച അവസാനിപ്പിക്കാൻ സമയം പോലെ 5ാമത് കർത്താവിന്റെ ദിവസം തീപ്പൊയ്ക 2ാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരിൽ കാണാത്ത ഏവനെ തീപ്പൊയ്യിൽ തള്ളിയിടും. അപ്പൊ നോക്കിയോണേ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവിടെ തള്ളിയിടും. ആദ്യം ആരെ തള്ളിയിട്ടു? പിശാച് സാത്താനെയും അവന്റെ കൂടെയുള്ളവരെയും തള്ളിയിട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. എന്നിട്ട് ന്യായവിധി സമയം ആദ്യം മനുഷ്യരെ തെറ്റിച്ച സാത്താനെയാണ് ആദ്യം ന്യായം വിധിക്കുന്നത്. അവനെ തള്ളിവിട്ടിട്ട് ഇവിടെ മനുഷ്യന്റെ ന്യായവിധിയാണ്. ജീവന്റെ പുസ്തകം തുറക്കും. ആളുകള് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ നമ്മുടെ പേര് ഉള്ളത് കൊണ്ടാണ് കർത്താവ് വരുമ്പോ നമ്മള് കർത്താവിനാൽ എടുക്കപ്പെടുന്നത്. അപ്പൊ അന്ത്യ ന്യായവിധി നമുക്കല്ല, പിന്നെയോ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കുള്ളതാണ് ന്യായവിധി. ജീവന്റെ പുസ്തകം തുറക്കും. അപ്പൊ ഭൂമിയിലെ പ്രദേശത്തുള്ളവരെയും വിളിക്കും കേട്ടോ. ഭൂമിയിലെ പ്രദേശത്തുള്ളവരെയും വിളിക്കും. 32 വർഷം ഒരു യോഗം നടന്നിരുന്നില്ലേ? നിങ്ങൾ എന്തെങ്കിലും അത് കേൾക്കാൻ പോയിട്ടുണ്ടോ? അയ്യോ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മള് പോകാതിരുന്ന കാര്യങ്ങള് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാതിരിക്കുമ്പോൾ അവന് പല ന്യായീകരണങ്ങളും കാണും അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലുള്ളത് സമയം പോയോടെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, പല ന്യായീകരണങ്ങളും കാണും. എന്നാൽ ദൈവത്തിന്റെ ന്യായീകരണം ഒരിക്കലും ഇന്നലെ ദേവദാസൻ പ്രസംഗിച്ചതുപോലെ അമ്മയുടെ ഗർഭം മുതൽ സ്വർഗത്തിന്റെ ഒരു ക്യാമറ നമ്മുടെ മേലുണ്ട്. അയ്യോ അങ്ങനെയാണ് എന്ത് ഭയപ്പെടണം ഇല്ലേ? വേണ്ടേ? വേണം. പക്ഷെ നമുക്ക് സന്തോഷമുള്ളത് 1 പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്. നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതമായി സ്വീകരിച്ചപ്പോൾ 1 പുനരുത്ഥാനത്തിന്റെ അവകാശികളായി തീർന്നു. അപ്പൊ നമ്മളിപ്പോ മരിച്ചവരെ മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ ജീവനോട് ഇരിക്കുന്നവരും അവൻ ദൈവത്തിന്റെ കാഹളം കേട്ട് അവൻ കണ്ടുവയ്ക്കുന്നതിനാൽ കർത്താവിന്റെ അടുക്കൽ പോകും. അപ്പൊ നമ്മൾ ഇപ്പൊ അത് മുഴങ്ങണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ അത് മുഴങ്ങണമെന്ന്. അതാ നമ്മൾ സർവ്വം പറഞ്ഞ എല്ലാവരും കൂടെ എന്റെ ജെയിംസ് ഉറക്കെ കൈ വരുത്തി അല്ലേ പറ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ പറയുക, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യമനെയും. ഇതൊക്കെ അനേക മണിക്കൂർ പ്രസംഗിക്കേണ്ട വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. 7 ദിവസത്തിൽ 5-ാമത്തെ ദിവസം അത് കർത്താവിന്റെ ദിവസമാണ്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത മുതൽ സഹസ്രാബ്ദ അവസാനം വരെ നിങ്ങൾ നിൽക്കുന്ന ആ കാലയളവ് അന്ന് നമ്മൾ കർത്താവിനോടുകൂടെ ഉണ്ടായിരിക്കും. അല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പ് നമുക്ക് ദൈവം തന്നതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ. അതുകൊണ്ട് ലോകവും അതിന്റെ മോഹവും ദൈവഇഷ്ടം ചെയ്യുന്നവരോ ആമേൻ. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഈ കാലയളവിൽ നമ്മുടെ ആയുഷ്കാലത്തിൽ തീർന്നു പോകും. എത്രയോ പേർക്ക് പെട്ടെന്നുള്ള മരണത്തിൽ അനേകർ അകപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്നും നമ്മളെ നിർത്തിയിരിക്കുന്നത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി, അല്ലെ? ഇന്ന് നമ്മളിവിടെ വരണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിർത്തിയത്. നാളെ ഞായറാഴ്ച വിശുദ്ധ ദേവാലയത്തിൽ കടന്നുചെന്ന് ഒരു സത്യകുംഭസ്ഥാനത്തിലൂടെ വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സ്വന്തം പറഞ്ഞത് ദൈവത്തിന്റെ സ്വന്തം. അപ്പൊ നമ്മള് 5 ദിവസം ആ ദിവസത്തെ കുറിച്ച് പറയുവാനിടയായിരുന്നു. എന്നോട് ഓർപ്പിച്ച് അവസാനിപ്പിക്കുക. ഒന്ന്, അവിടെ നമ്മൾ കണ്ടു കർത്താവിന്റെ ഐഹിക ജീവിതകാലം അത് യേശു മനുഷ്യനായ ഭൂമിയിൽ ജീവിച്ച ദിവസങ്ങളെ കുറിക്കുന്നതാണ്. അത് 33 തിരുവയസ്സോടുകൂടി അത് തീരുകയാണ്. എന്നാൽ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ആമേൻ മനുഷ്യന്റെ ദിവസം, അതായത് ഈ കാലയളവിനെയാണ് അത് കുറിക്കുന്നത്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആമേൻ നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആ കാലഘട്ടമായി ഇത് പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യന്റെ ദിവസമാണ്. അത് എല്ലാ ലോക രാഷ്ട്രങ്ങളോടും ആമേൻ ഈ സുവിശേഷം അറിയിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ദിവസം ഈ കാലയളവ്. അപ്പൊ ഈ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രക്ഷിക്കപ്പെടണം. ഇത് തന്നെ സുപ്രസാദകാലം, ഇത് തന്നെ രക്ഷാ ദിവസം. അങ്ങനെയാണെങ്കിൽ ഇത് രക്ഷാ ദിവസമാണ്. അതാണ് 3ാമത്തെ കാലം. ഈ 3 കാലവും കടന്ന് പോകുമ്പോൾ ക്രിസ്തുവിന്റെ ദിവസം വരാൻ പോവുക. അവൻ സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്ത് എഴുന്നള്ളുവാൻ പോവുകയാണ്. അത് ക്രിസ്തുവിന്റെ നാൾ ആരംഭിച്ചിട്ട് 1007 വർഷം കഴിയുമ്പോൾ അത് പൂർത്തീകരിക്കുകയും നമ്മളെല്ലാവരും കൂടെ പിതാവിനെ, ആ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നാകുകയും ആ ദൈവത്തെ ആരാധിക്കുകയും പണ്ടാദിയിൽ എങ്ങനെയായിരുന്നുവോ അതുപോലെ ആയിത്തീരുകയും ചെയ്യും. എന്നാൽ 5ാമതായിട്ട് നമ്മൾ കണ്ടു എന്താ? കർത്താവിന്റെ ദിവസം അവന്റെ മഹത്വ പ്രത്യക്ഷത മുതൽ അത് കണ്ടതിന് ശേഷം നമ്മൾ കണ്ടു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ അവൻ ചോദിക്കണം. ദൈവത്തോട് എപ്പോഴും കടമയോടെ പ്രാർത്ഥിക്കണം. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇന്നും ഓർക്കുന്നു, കർത്താവേ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ എന്ന്. അത് മാത്രമായിരുന്നു ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്റെ ആഗ്രഹം. അന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. സോദരം, അപ്പൊ നമുക്ക് ചോദിച്ചാൽ മറുപടി തരുന്ന ദൈവമുണ്ട്. ഉറപ്പ് പ്രാപിച്ച് കർത്താവിനായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അടുത്ത വ്യാഴാഴ്ച കർത്താവ് വന്നില്ലെങ്കിലെ ഭൂമരപ്പില് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.